ഹലോ നമസ്കാരം. നാളത്തെ മഴത്തോരു മുമ്പയുടെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ വൈജയ വീട്ടിലേക്ക് കയറി വന്ന സമയത്ത് ബബിതയോട് ചോദിക്കുന്നുണ്ട്, അലീന എവിടെയെന്ന് ചോദിക്കുകയാണ്. അലീന മുകളിൽ അച്ഛൻ്റെ അടുത്താണ്. അപ്പോൾ ഇത്ര സമയമായി പോയിട്ട് അരമുക്കാൽ മണിക്കൂറായിട്ടുണ്ടാകും എന്ന് പറയുമ്പോൾ, നീ പോയി അന്വേഷിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് അമ്മയുടെ പണിയില്ല, ഒളിഞ്ഞു നോട്ടം എന്ന് പറയാണ് ബബിത. അങ്ങനെ അലീന മുകളിൽ പോയിട്ട് താഴേക്ക് വന്ന് കാണാത്തതിൽ ആകെ ടെൻഷൻ അടിച്ച്, ഇത്രയും സമയം അവിടെ എന്താ സംഭവിക്കുന്നത് എന്നുള്ള പല പല ചിന്തകളാണ് വൈജയുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നത് കേട്ടോ. അപ്പോൾ വൈജി ഇങ്ങനെ അവിടെ ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം അലീനയോ കുറേ ഉപദേശങ്ങളൊക്കെ ബാലചന്ദ്രന് കൊടുക്കുന്നുണ്ടെങ്കിലും അതിനൊക്കെ തക്ക മറുപടി കൊടുക്കുകയാണ് ബാലചന്ദ്രൻ. എന്നിട്ട് അലീനയോട് പറയുന്നുണ്ട്, നീയും എന്നിൽ നിന്ന് എന്തൊക്കെയോ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്, സാരമില്ല, ഞാനതൊക്കെ കണ്ടെത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞ്, എന്തുകൊണ്ടാണ് നിന്നെ ഇവിടുന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ മറച്ചു വെച്ചിട്ടുള്ളത്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നുള്ളത് നീ പോകുന്ന ദിവസം നിനക്ക് ഞാൻ പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞ് അലീന അവിടെ നിന്ന് പറഞ്ഞയക്കാണ് ബാലചന്ദ്രൻ. അങ്ങനെ അലീന താഴേക്ക് ഇറങ്ങി വരിക കേട്ടോ. അലീനയ്ക്ക് ശരിക്കും സന്തോഷമുണ്ട് അച്ഛൻ എന്ന് വിളിക്കാൻ പറഞ്ഞതിലും ഒക്കെ സന്തോഷമുണ്ടെങ്കിലും പിന്നീട് നടന്ന ഒരു കാര്യമാണ് ഇത്. അങ്ങനെ അലീന താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് വൈജയന്തി അവിടെ ഇങ്ങനെ കാത്തിരിക്കുകയാണല്ലോ അലീന വരുമ്പോൾ ചോദ്യം ചെയ്യാനായിട്ട്. അങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അലീനയോട് ചോദിക്കുന്നുണ്ട്, ഇത്രയും സമയം നീ എന്ത് ചെയ്യായിരുന്നു അവിടെ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ സാറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയട്ടോ. ഇത്രമാത്രം നിങ്ങൾക്ക് എന്താണ് സംസാരിക്കാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ, മാഡം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഞാൻ ഒരുപാടൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല, നീ വല്ലാണ്ട് ഉദ്ദേശിപ്പിക്കാൻ ഞാൻ മതി, നീ പോയിട്ട് കുറേ സമയമായെന്ന് ബബിത പറഞ്ഞല്ലോ, ഇത്രയും സമയം നിനക്ക് അവിടെ എന്തായിരുന്നു ജോലി എന്ന് ചോദിക്കുമ്പോൾ, സാറ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു, അപ്പോൾ അതിന് അങ്ങനെ പഴയ ഓരോ കാര്യങ്ങളും അതുപോലെ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. നിൻ്റെ കാര്യങ്ങളോ, നിൻ്റെ എന്ത് കാര്യങ്ങളാണ് ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്, നിനക്ക് എന്താണ് നിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, എനിക്ക് പറയാൻ എൻ്റേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്, സാറിന് അറിയേണ്ടത് ഇങ്ങനെ സ്നേഹനികേതനത്തിലെ കാര്യങ്ങളൊക്കെ ആയിരുന്നു, അപ്പോൾ അവിടുത്തെ കാര്യങ്ങളും ഒക്കെ ചോദിച്ചുകൊണ്ടിരുന്നു, അല്ലാതെ മാഡം എന്താണ് ചിന്തിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്നെ കൂടുതലായിട്ട് ചിന്തിപ്പിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വാക്ക് തർക്കം ഉണ്ടാവുകയാണ് അലീനയും വൈജയും തമ്മിൽ. നിനക്ക് നിൻ്റെ ജോലി ചെയ്താൽ പോരെ, അല്ലാതെ കഥയും വിശേഷങ്ങളും പറയാനായിട്ട് അവിടെ ഇങ്ങനെ ഒരുപാട് സമയം പോയിരിക്കണോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുമ്പോൾ, അതും എൻ്റെ ജോലിയുടെ ഭാഗമാണ്. ഒരു ഹൃദ്രോഗിയായിട്ടുള്ള ഒരു പേഷ്യൻറ്റിന് ആവശ്യം അയാൾക്ക് സമാധാനവും സന്തോഷവും ഒക്കെയാണ്. അപ്പം ഒരുപാട് ആരെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിന്, ഹൃദയത്തിന് അതുപോലെ മനസ്സിനൊക്കെ കുറച്ച് ശാന്തത നൽകും, കുറച്ച് സമാധാനം നൽകും. അപ്പോൾ അതും എൻ്റെ ജോലിയുടെ ഭാഗം തന്നെയാണ്, ഹോം നേഴ്സിൻ്റെ ജോലിയുടെ ഭാഗം തന്നെയാണെന്ന് അലീന പറയുമ്പോൾ വൈജ ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുകയാണ്. ബാലചന്ദ്രനെ ഇവിടെ സംസാരിക്കാൻ ആരൊക്കെയുണ്ട്, എന്നെ വേണ്ട എന്ന്, ഓക്കെ എന്നെ വേണ്ടാന്ന് വെക്കാം, ഇവിടെ മക്കളുണ്ടല്ലോ, മക്കളെ വിളിച്ച് സംസാരിക്കാമല്ലോ, അതൊന്നും പറ്റില്ല, നീ തന്നെ വേണം, എന്താ അതിനർത്ഥം, എന്താണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നൊക്കെ ചോദിക്കുമ്പോൾ, മാഡം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കാം കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് നീ ഉദ്ദേശിച്ചത് തന്നെയാണ് എന്ന് പറയുമ്പോൾ, ഞാനൊന്നും ഉദ്ദേശിച്ചില്ല, അദ്ദേഹം എൻ്റെ ബോസാണ്, ഈ വീട്ടിലെ ഗൃഹനാഥനാണ്, എനിക്ക് അന്നം തരുന്ന ആളാണ്, അപ്പോൾ അവരെ പരിചരിക്കുക, എൻ്റെ ഒരു പേഷ്യൻ്റാണ്, അപ്പോൾ അവരെ പരിചരിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ജോലി, അത് ഞാൻ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് കണ്ടുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ പരിചരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ, നീ ഇപ്പം അങ്ങനെ വല്ല അച്ഛൻ്റെ സ്ഥാനത്തും കാണണ്ട, നിനക്ക് സ്വന്തം അച്ഛനും അമ്മയും ഇല്ലാന്ന് കരുതിയിട്ട് ഇവിടെ വന്നിട്ട് നീ അച്ഛനും അമ്മയും കളിക്കാനായിട്ട് നിൽക്കണ്ട, അതിന് നീ കൂട്ടുപിടിക്കണ്ട ബാലചന്ദ്രനെ എന്ന് പറയാണ് വൈജ. ആ സമയത്ത് ബബിത പറയുന്നുണ്ട്, അച്ഛനും മക്കളായിട്ട് ഞങ്ങൾ 3 പേരുണ്ട്, ഇനിയിപ്പോൾ നീ കൂടി ഒരാൾ മോളായിട്ട് വേണ്ട എന്ന് ബബിത പറയാട്ടോ. എന്നിട്ട് അപ്പോൾ ആ സമയത്ത് വൈജ അത് കേട്ടിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ആ സമയം അലീന പറയുന്നുണ്ട്, ഞാൻ അദ്ദേഹത്തെ കാണുന്ന ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്നെ കാണുന്നതോ നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ കാണുന്നതോ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ അദ്ദേഹത്തെ കാണുന്നത്, ബാലചന്ദ്രൻ സാറിനെ ഞാൻ കാണുന്നത് എൻ്റെ അച്ഛനെ പോലെയാണ്, അദ്ദേഹം എന്നെ കാണുന്നത് ഒരു മകളെ പോലെ തന്നെയാണ്, ആ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ നിങ്ങൾ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് അതിനൊന്നും മറുപടി തരേണ്ട കാര്യം എനിക്കില്ല എന്ന് പറയട്ടോ. അപ്പോൾ വൈജ ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുകയാണ്, നീ ആരാന്നാടി വിചാരിച്ചിരിക്കുന്നത്, ആർക്കോ എവിടെയോ പിഴച്ചുണ്ടായിട്ട് നീ ഇവിടെ വന്ന് അധിക പ്രസംഗം നടത്തുന്നോ? അപ്പോൾ അലീന പറയുന്നുണ്ട്, എൻ്റെ അച്ഛനെയും അമ്മയെയും കുറിച്ചിട്ട് ഇനി മേലിൽ മോശമായിട്ട് സംസാരിക്കരുത്, ഞാനത് കേട്ടുകൊണ്ട് നിൽക്കില്ല എന്ന് പറയുമ്പോൾ, അവളൊരു പുണ്യവതി വന്നേക്കുന്നോ, ഏതോ ഒരു സ്ത്രീക്ക് എന്നോ പിഴച്ചുണ്ടായിട്ട് കൊണ്ട് കളഞ്ഞിട്ട് പോയതാണ് അവളെ, എന്നിട്ട് അവൾ വലിയ വർത്തമാനം പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ, എനിക്കും ഉണ്ട് അന്തസ്സും അഭിമാനവും ഒക്കെ എനിക്കുണ്ട്, അതുകൊണ്ട് ഇനി അതിനെപ്പറ്റി സംസാരിക്കരുത്, എൻ്റെ അമ്മ എന്നെ ഒരു മോശം രീതിയിലായിരിക്കാം പ്രസവിച്ചിട്ടുണ്ടാവുക, അത് അവരുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്ന് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ, പക്ഷേ അതുകൊണ്ട് ഞാൻ എന്ത് തെറ്റ് ചെയ്തു, നിങ്ങൾ എൻ്റെ മേലേക്ക് ഇങ്ങനെ ദേഷ്യപ്പെടാനും എന്നെ പഴി പറയാനൊക്കെ തുടങ്ങിയിട്ട് കുറേ നാളായല്ലോ, ഞാൻ എന്ത് തെറ്റ് ചെയ്തു, എനിക്കുണ്ട് അന്തസ്സും അഭിമാനവും ഒക്കെ, ഞാൻ എൻ്റെ ജോലിയാണ് ചെയ്യുന്നത്, അല്ലാതെ മാഡം ഇതിനെ ഇങ്ങനെ വളച്ചൊടിച്ച് ചോദ്യം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അതിനുള്ള യോഗ്യതയും അന്തസ്സും ഒന്നും മാഡത്തിനില്ല എന്ന് പറയുമ്പോൾ വൈജ പറയുന്നുണ്ട്, ഞാൻ നല്ല അന്തസ്സുള്ള അച്ഛനും അമ്മയ്ക്കും ജനിച്ചതാണ്, കൈതക്കൽ മാളിക വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും ജനിച്ചതാണ്
ഞാൻ എന്ന് പറയാട്ടോ. ആ അന്തസ്സും അഭിമാനവും എനിക്കുണ്ട്, ആ ഒരു പാരമ്പര്യം എനിക്ക് പറയാനുണ്ട്. നിനക്ക് എന്തുണ്ട് പറയാനായിട്ട്? നീ എവിടുന്ന് വന്നതാണ്? നിന്റെ അച്ഛനും അമ്മയും ആരാണെന്നോ ഒന്നുപോലും നിനക്കറിയത്തില്ലല്ലോ. എങ്ങനെയോ പിഴച്ചുണ്ടായ ഒരു സന്തതിയല്ലേ നീ എന്നൊക്കെ പറഞ്ഞ് അലീനയെ നന്നായിട്ട് അധിക്ഷേപിച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ. വീണ്ടും വീണ്ടും ഈ പിഴച്ചവൾ എന്നുള്ള രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട്. അലീനയ്ക്ക് അത് കണ്ട് കേൾക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനാണ്. കാരണം സ്വന്തം അമ്മ തന്നെയാണ്, സ്വന്തം അമ്മയെക്കുറിച്ച് തന്നെയാണ് ഈ പറയുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര ദേഷ്യവും വിഷമവും സങ്കടവും ഒക്കെ വരുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, ശരിയായിരിക്കാം നിങ്ങൾ പറയുന്നത്, എൻ്റെ അമ്മ എന്നെ പിഴച്ച് തന്നെ ആയിരിക്കാം പ്രസവിച്ചത്, അങ്ങനെ തന്നെയാണെന്ന് വെച്ചോ. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ കൈതക്കൽ മാളിക വീട്ടിലെ അന്തസ്സിനും അഭിമാനത്തിനും ആഭിജാത്യത്തിനും ഒക്കെ അനുസരിച്ചാണോ ജീവിച്ചിട്ടുള്ളത് മാഡം എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ വൈജയന്തി ആകെ ഷോക്കാവുന്നുണ്ട് കേട്ടോ. നീ എന്താടി ചോദിച്ചത്? ഞാൻ ചോദിച്ചത് അത്രയേ ഉള്ളൂ. മാഡത്തിൻ്റെ കുടുംബത്തിൻ്റെ പാരമ്പര്യം പറഞ്ഞല്ലോ, ആ പാരമ്പര്യത്തിനും അന്തസ്സിനും അഭിമാനത്തിനൊക്കെ തന്നെയാണോ ജീവിച്ചത്? പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിട്ട് മാഡം സംസാരിച്ചാൽ മതി എന്ന് പറയാട്ടോ. അപ്പോൾ അത് കേട്ടിട്ട് വൈജി ആകെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. അലീനയെ എന്നിട്ട് ബബിതയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ബബിതയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങളൊക്കെ ഉണ്ട്. ബബിത ഇങ്ങനെ സംശയത്തോട് കൂടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ വൈജി പറയുന്നുണ്ട്, നീ കുറേ നാളായല്ലോ ഇങ്ങനെ ഓരോന്നും മുള്ളും മുനയും വെച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ട്. നീ എന്താണ് പറഞ്ഞു വരുന്നത്? എന്താണ് നിനക്ക് അറിയേണ്ടത്? എന്താണ് നിന്റെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാനേ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാഡം ഇവിടെ നിൽക്കത്തില്ല, ഈ വീട്ടിൽ നിന്ന് ഈ നിമിഷം തന്നെ ഇറങ്ങിപ്പോകും. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും എന്നെക്കൊണ്ട് പറയിപ്പിക്കണ്ട എന്ന് അലീന പറയുമ്പോൾ വൈജയന്തി പെട്ടെന്ന് മിണ്ടാതിരിക്കട്ടോ. അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ അലീനയ്ക്ക് അറിയാം എന്നുള്ളൊരു ചെറിയ ഒരു സംഭവം കിട്ടുകയാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, ആഗ്ര കഥകളൊക്കെ ആർക്കും അറിയില്ല എന്നൊന്നും വിശ്വസിക്കേണ്ട, അതിൻ്റെ മിക്ക കാര്യങ്ങളും അറിയാവുന്നവളാണ് ഞാൻ എന്നിങ്ങനെ പറയട്ടോ. അപ്പോൾ ബബിത ഇത് കേട്ടിട്ട് ഷോക്കായിട്ട് ഇങ്ങനെ വൈജി ഇങ്ങനെ നോക്കുക കേട്ടോ. വൈജിയും തന്നെ ആകെ ഞെട്ടിപ്പോവാണ് അലീന പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ. എന്നിട്ട് അത്രയും പറഞ്ഞിട്ട് അലീന വേഗം കിച്ചണിലേക്ക് പോവാട്ടോ. വൈജയന്തി അവിടെ ഇങ്ങനെ തറഞ്ഞു നിൽക്കുകയാണ്. ആ സമയത്ത് വൈജയൻ്റെ അടുത്തേക്ക് ബബിത വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അവൾ എന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? ആഗ്ര കഥകളൊക്കെയെന്നോ? അന്ന് ഗംഗാധരൻ ഞങ്ങൾ വന്നപ്പോഴും പറഞ്ഞല്ലോ, പഴയ ആഗ്ര കഥകളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയെ അടിച്ചില്ലേ, എന്താ സംഭവം? അമ്മയ്ക്ക് അങ്ങനെ എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇനി എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും ബബിതയും, എൻ്റെ മുന്നിൽ നിന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ബബിതയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് വൈജ റൂമിലേക്ക് പോവാട്ടോ. അപ്പോൾ എന്തൊക്കെയോ സംതിങ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ബബിതയ്ക്ക് ഇങ്ങനെ സംശയം തോന്നുകയാണ്. എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്നുള്ളത് സംശയം തോന്നുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അലീനയും മുത്തശ്ശിയും തമ്മിൽ സംസാരിക്കുന്നതാണ്. അലീന മുത്തശ്ശിയുടെ അടുത്ത് ഇനി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കിട്ടുമോ എന്നൊക്കെ അറിയാനായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ അലീനയ്ക്ക് ഇങ്ങനെ 100 സംശയങ്ങളാണ്. എന്തൊക്കെ, എവിടെ തുടങ്ങണം, എങ്ങനെ ചോദിക്കണം, ആ വ്യക്തി ആരാണെന്നോ പേരെന്താണെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടണമല്ലോ. അപ്പോൾ അലീന മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നിട്ട് മുത്തശ്ശി എന്നിങ്ങനെ വിളിക്കുമ്പോൾ, എന്താണ് അവിടെ ഒരു സംസാരം കേട്ടത് എന്ന് ചോദിക്കുകയാണ്. ആ മാഡം വന്നിട്ടുണ്ട്, മുത്തശ്ശിയുടെ മോള് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാലചന്ദ്രൻ സാറിൻ്റെ അടുത്ത് കുറച്ച് അധിക സമയം ഇരുന്നതിന് എന്നെ വഴക്ക് പറഞ്ഞതാണ് എന്ന് പറയട്ടോ. നീ ഇവിടെ നിന്ന് പോയിട്ട് കുറേ നേരമായല്ലോ, ഇത്രയും നേരം എവിടെയായിരുന്നു നീ? ഞാനും നിന്നെ കുറേ വിളിച്ചു, ആരും ഇവിടെ നിന്ന് കേട്ടില്ല എന്നൊക്കെ മുത്തശ്ശി പറയട്ടോ. ഞാൻ സാറിൻ്റെ അടുത്തുണ്ടായിരുന്നു മുത്തശ്ശി, സാർ ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എൻ്റെ സ്നേഹനികേതനത്തിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നീ എന്തിനാ ഇത്രയും നേരമൊക്കെ അവിടെ പോയിരിക്കുന്നത്? അപ്പോൾ അതെന്താണെങ്കിലും വൈജയ്ക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ. നീ പോകുക, ഭക്ഷണം കൊടുക്കുക, മരുന്ന് കൊടുക്കുക, ഇങ്ങോട്ടേക്ക് പോരെ, അത്രമാത്രം ചെയ്താൽ പോരെ നിനക്ക് എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. അത്രമാത്രം ചെയ്താൽ മതി മുത്തശ്ശി, ഞാൻ ഇങ്ങോട്ടേക്ക് പോരാനായിട്ട് നിന്നതാണ്, പക്ഷേ എന്നെ പിടിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത്. ജോലിയൊക്കെ പിന്നെ ചെയ്യാൻ, കുറച്ച് നേരം ഇവിടെ ഇരുന്ന് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്, ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റ് അല്ലേ, അപ്പോൾ എനിക്ക് കുറച്ച് മനസ്സിന് സമാധാനം വേണം, ഇത്തിരി നേരം ആരോടെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞിരിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെ പിടിച്ചിരുത്തുന്നതാണ് എന്ന് പറയുമ്പോൾ, അതിനിപ്പോൾ ഇവിടെ ആരൊക്കെയുണ്ട്? ബബിതയുണ്ട്, കൃഷ്ണയുണ്ട്, രോഹിതുണ്ട്, വൈജയുണ്ട്. ആ വൈജി എന്താണെങ്കിലും അവനെ അടുപ്പിക്കില്ല, എന്നാൽ മക്കളെ വിളിച്ചിരുത്തി സംസാരിക്കാമല്ലോ എന്നൊക്കെ പറയണം മുത്തശ്ശി. അത് ഞാൻ പറഞ്ഞു മുത്തശ്ശി സാറിനോട്, നേരത്തെ ഞാൻ മുകളിലേക്ക് കയറി ചെല്ലാൻ നേരത്തെ ബബിത ഓടി വന്നിട്ട് ഞാൻ പൊക്കോളാം അച്ഛൻ്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞിട്ട് പോയി. എന്നിട്ട് സാറ് വഴക്ക് പറഞ്ഞു, സാർ എന്താണ്ടൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനും അത് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറഞ്ഞു, ബബിതയെ വഴക്ക് പറഞ്ഞയച്ചു എന്ന് പറയട്ടോ. ഈ ബാലചന്ദ്രൻ എന്തിനുള്ള പുറപ്പാടാണാവോ, മക്കളോട് പോലും വാശിയും കൊണ്ട് നടക്കുകയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശി. എനിക്കറിയില്ല മുത്തശ്ശി, ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, പക്ഷെ അതൊന്നും കേൾക്കുന്നില്ല, എന്നോട് ആ സമയത്ത് ദേഷ്യപ്പെട്ടു. ശരിക്കും എനിക്ക് തോന്നും ചില സമയത്ത് എന്നോട് ഭയങ്കര സ്നേഹമായിട്ട് തോന്നും, പക്ഷെ ചില സമയത്ത് ഭയങ്കര ദേഷ്യം. ഇതിലേതാണ് എൻ്റെ അടുത്ത് കാണിക്കുന്നതെന്ന് എനിക്ക് പോലും മനസ്സിലായിട്ടില്ല എന്ന് പറയാണ് അലീന. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഇതിപ്പോൾ അവസാനിക്കണം എന്നുണ്ടെങ്കിൽ എന്താ ഇപ്പോൾ ഒരു വഴി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയട്ടോ. അപ്പോൾ അലീനയ്ക്ക് എങ്ങനെയെങ്കിലും മുത്തശ്ശിയോട് ആഗ്രയിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചറിയണം കേട്ടോ. അപ്പോൾ അലീന മെല്ലെ ചോദിക്കുന്നുണ്ട്, അതെ മുത്തശ്ശി നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ആഗ്രയിൽ ഒരു പ്രണയം ഉണ്ടായിരുന്നു എന്നുള്ളത്? ആ പറഞ്ഞു,
എന്ന് പറയട്ടോ. അല്ല മുത്തശ്ശി, ഞാനില്ലേ ഒരു കാര്യം ചോദിക്കാനായിരുന്നു. നിനക്ക് എന്തിനാ അതൊക്കെ ചോദിക്കേണ്ട കാര്യം? ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല എന്നുള്ളത് ശരിയാണ്, ഞാനിപ്പോൾ പറഞ്ഞല്ലോ. ഇനി അതിൻ്റെ പുറകെ മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് എന്തിനാണ്? അങ്ങനെ പ്രണയമില്ലാത്ത ആരെങ്കിലും ഉണ്ടാവോ? ഇപ്പോൾ രോഹിത്ത് അതുപോലെ ബബിതയൊക്കെ ഓരോ പ്രണയത്തിലാണെന്ന് നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്, ഓരോരുത്തരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നടക്കുകയാണെന്നുള്ളത്. അതുപോലെ ആ പ്രായത്തിൽ ഇപ്പോൾ ബബിതയുടെ പ്രായം ഏതാണ് അതുപോലെ ഒരു പ്രായമായിരുന്നു. അപ്പം നിൻ്റെ ഒരു പ്രായം പോലെയൊക്കെ ആയിരുന്നു ആ സമയത്ത്. അവൾക്ക് അതേപോലെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു, അത് അവിടെ കഴിയുകയും ചെയ്തു. പിന്നെ അവിടെ നിന്ന് പോകുന്നതിന് ശേഷമാണ് പിന്നെ ബാലചന്ദ്രനുമായിട്ടുള്ള വിവാഹമൊക്കെ നടത്തി കൊടുത്തത്. ഇനിയിപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് അറിഞ്ഞിട്ടും എന്തിനാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അല്ല മുത്തശ്ശി, എനിക്കൊരു സംശയം. ഇനി ഒരു പക്ഷേ ആ കാര്യങ്ങളൊക്കെ ബാലചന്ദ്രൻ സാർ അറിഞ്ഞിട്ടായിരിക്കുമോ ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി ആകെ ഷോക്കാവുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ ബാലചന്ദ്രനെ എങ്ങനെ അറിയാനാണ്? അത് അറിയാനൊന്നും പോകുന്നില്ല എന്ന് പറയണം. അപ്പോൾ അലീന പറയുന്നുണ്ട്, അതിപ്പോൾ ഇനിയൊരു പ്രണയം ഉണ്ടായി എന്ന് അറിഞ്ഞു എന്ന് വെച്ചിട്ടും ഇങ്ങനെ ദേഷ്യപ്പെട്ട് മാറി നിൽക്കാനൊന്നും ബാലചന്ദ്രൻ സാറ് ചെയ്യുമെന്ന് തോന്നില്ല. കാരണം ബാലചന്ദ്രൻ സാറിനും അറിയാം, ബാലചന്ദ്രൻ സാറിനും മാഡത്തോട് ഇഷ്ടമായിരുന്നല്ലോ അന്ന്, പ്രണയമായിരുന്നല്ലോ. അപ്പം അതുപോലെ ഒരു പ്രണയം മാഡത്തിനും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞു എന്ന് വെച്ചിട്ട് ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുമെന്ന് തോന്നില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ പുറകിൽ മറ്റെന്തോ വലിയ പ്രശ്നം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് അലീന പറയുമ്പോൾ, മറ്റെന്തോ വലിയ പ്രശ്നമെന്നോ? എന്ത് വലിയ പ്രശ്നം? അതെനിക്കെങ്ങനെ അറിയാനോ, മുത്തശ്ശിക്കല്ലേ അറിയത്തുള്ളൂ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പെട്ടെന്ന് അയ്യടാന്നായി പോകട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയത്തില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയണം. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അല്ല മുത്തശ്ശി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അന്ന് മാഡത്തിനൊരു പ്രണയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ആ ആളുടെ പേരെന്തായിരുന്നു മുത്തശ്ശി? ആ ആൾ എവിടെയുള്ള ആളായിരുന്നു? ഹിന്ദിക്കാരനായിരുന്നോ? ആ നാട്ടിലുള്ള ആളായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണേ. അപ്പോൾ മുത്തശ്ശി, നീ എന്തിനാണ് അതൊക്കെ അറിയുന്നത്? അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ എന്ന് ചോദിക്കുകയാണ്. കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്, ഞാൻ ചുമ്മാ ചോദിച്ചു എന്നേ ഉള്ളൂ. എന്തായിരുന്നു അയാളുടെ പേര്? അതല്ല, ആ നാട്ടിലുള്ള ആളാണോ അതോ കേരളത്തിലുള്ള ആൾ തന്നെയാണോ എന്ന് അറിയാനായിട്ട് ചോദിച്ചതാണ്, അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, അത് ആ നാട്ടിലുള്ള ആളൊന്നുമല്ല, കേരളത്തിലുള്ള ആൾ തന്നെയാണ്. അവിടെ പട്ടാളത്തിലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അവൻ്റെ കൂടെ ഗംഗാധരൻ്റെ കൂടെ പട്ടാളത്തിലുണ്ടായിരുന്ന ഒരാളാണ് എന്ന് പറയട്ടോ. ആ ആളുടെ പേര് മുത്തശ്ശിക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണേ. ആ പേര് എന്താണ്ടോ ഒരു പേരായിരുന്നു, പേരൊക്കെ ഞാൻ മറന്നുപോയി. പക്ഷേ മെയിൻ റീസൺ അതൊന്നും അല്ലായിരുന്നു. എങ്ങനെയെങ്കിലും കല്യാണമൊക്കെ കഴിപ്പിച്ച് കൊടുക്കാമായിരുന്നു. പക്ഷേ അതും അന്യജാതിയിൽപ്പെട്ട ഒരാളായിരുന്നു, അന്യ മതത്തിൽപ്പെട്ട ഒരാളായിരുന്നു. അതുകൊണ്ട് കുഞ്ഞിരാമേട്ടനും അതുപോലെ ഗംഗാരനും ആരും അതിനോട് അനുകൂലിച്ചില്ല. അങ്ങനെയാണ് ആ പ്രണയം ഒഴിവാക്കിയത്. അപ്പോൾ അലീന ആകെ ഷോക്കാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അന്യമതത്തിൽപ്പെട്ട ആളെന്ന് പറയുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, മുസ്ലിം ആയിരുന്നോ അതോ ക്രിസ്ത്യൻ ആയിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല അലീന, നീ എന്തൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? അതിനിപ്പോൾ മുസ്ലിമോ ക്രിസ്ത്യനോ എന്തെങ്കിലും ആവട്ടെ എന്നേ. അല്ല മുത്തശ്ശി, ഞാൻ ചോദിച്ചോന്നേ ഉള്ളൂ മുത്തശ്ശി, ഞാനിപ്പോൾ ഇത് അറിഞ്ഞു വെച്ചിട്ട് എനിക്കൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല, ഞാനിപ്പോൾ ഇത് ആരോട് പറയാനും പോകുന്നില്ല, ഞാൻ ചോദിച്ചോന്നുള്ളൂ എന്ന് പറയുമ്പോൾ അലീനയോട് മുത്തശ്ശി പറയുന്നുണ്ട്, അതൊരു ക്രിസ്ത്യൻ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ എന്ന് മുത്തശ്ശി പറയാം കേട്ടോ. അപ്പോൾ അലീന അങ്ങനെ പെട്ടെന്ന് ഷോക്കാവുന്നുണ്ട്. കാരണം ഒരു ക്രിസ്ത്യൻ യുവാവുമായിട്ടായിരുന്നു അമ്മയ്ക്ക് പ്രണയം ഉണ്ടായിരുന്നത്. അപ്പോൾ തൻ്റെ അച്ഛനൊരു ക്രിസ്ത്യനാണ് എന്നുള്ളൊരു ചിന്ത വരികയാണ്. അപ്പം താനും ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലാണ് വളർന്നതും, തൻ്റെ പേരും ഒക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ അലീനയ്ക്ക് എന്തോ ഒരു കണക്ഷൻ തോന്നുക കേട്ടോ. അപ്പോൾ തൻ്റെ അച്ഛൻ ഒരു ക്രിസ്ത്യനാണ് എന്ന് പറയുമ്പോൾ എന്തോ ഒരു അറ്റാച്ച്മെൻറ്റ് ഇങ്ങനെ തോന്നുന്നുണ്ട് അലീനയ്ക്ക്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, പേരറിയാമോ മുത്തശ്ശി? അയാളുടെ പേരറിയാമോ, അദ്ദേഹത്തിൻ്റെ പേരറിയാമോ എന്ന് ചോദിക്കുമ്പോൾ, ആ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല എന്ന് പറയണേ. അപ്പോൾ അലീനയ്ക്ക് നിരാശയാവുന്നുണ്ട് കേട്ടോ. എന്താ അപ്പോൾ ഇനിയിപ്പോൾ പേരറിയണം, എങ്ങനെയെങ്കിലും ഒക്കെ പേരറിഞ്ഞ് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചപ്പോൾ പേരൊന്നും അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ നീ അതിനെപ്പറ്റി കൂടുതൽ ഇനി സംസാരിക്കാനൊന്നും പോകണ്ട. ഇവിടെ ആരോടെങ്കിലും നീ അതെങ്ങാനും പറഞ്ഞു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ തന്നെ നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടും. അതുകൊണ്ട് നീ കൂടുതൽ വിളച്ചിലെടുക്കാനും നിൽക്കണ്ട എന്ന് പറയുമ്പോൾ, എൻ്റെ പൊന്നു മുത്തശ്ശി, ഞാനിത് ആരോട് പറയാനാണ് എന്നൊക്കെ പറയണേ. നീ ആരോടും പറയില്ലായിരിക്കും, പക്ഷേ നീ ഇടയ്ക്കിടയ്ക്ക് വൈകി നിന്നെ ചൊറിയാൻ വരുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നീ അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കും, അതിനല്ലേ നീ ഇതൊക്കെ ചോദിച്ച് വാങ്ങുന്നത് എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ പൊന്നു മുത്തശ്ശി, അതൊക്കെ ഞാൻ ചിലപ്പോൾ ഇട്ട് കൊടുക്കും, പക്ഷെ ഞാൻ കൂടുതലായിട്ടൊന്നും വിഷമിപ്പിക്കത്തില്ല കേട്ടോ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ മുത്തശ്ശി പറയുന്നുണ്ട്, ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ മുത്തശ്ശി അവിടെ കിടക്കുകയാണ്. അപ്പോൾ അലീന ഇതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. തൻ്റെ അച്ഛനൊരു ക്രിസ്ത്യനാണ്, അപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അലീന ഓൾറെഡി അറിയണതാണല്ലോ. അലീന ചിനിക്കാൻ തന്നെ കാരണം ഇതാണല്ലോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അലീന കിച്ചണിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ബബിതയും വൈജയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബബിത ആദ്യം വരുന്നത്, ബബിത വന്നിട്ട് അലീനയോട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിന്നോട് ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞിട്ടോ നീ പോയില്ല, പിന്നെ എന്തിനാണ് നീ അച്ഛൻ്റെ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടുന്നത്? നിനക്ക് അച്ഛനെ എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് ഇങ്ങോട്ട് പോന്നാൽ പോരെ, ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. ഇതൊക്കെ വൈജ പഠിപ്പിച്ച് വിട്ടേക്കുന്നതാണ് ബബിതയെ ചോദിക്കാനായിട്ട് പറഞ്ഞയച്ചേക്കട്ടെ. അപ്പോൾ മക്കളും കൂടി അവളുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് കാണിക്കാനും കൂടി വേണ്ടിയിട്ടാണ്
ബബിതയെ ഇങ്ങനെ പറഞ്ഞയച്ചേക്കുന്നത്. അപ്പോൾ ബബിത ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വൈജയും അങ്ങോട്ടേക്ക് മെല്ലെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജ വന്നിട്ടാണെങ്കിൽ അവിടെ കിച്ചണിൽ ഇങ്ങനെ എന്തോ സാധനം എടുക്കാൻ വന്നതുപോലെ, അവൾക്ക് വൈജയ്ക്കുള്ള ഭക്ഷണം വൈജയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ നോക്കുകയാണ്. ആ സമയത്ത് അലീനയോട് ഇങ്ങനെ പറയുന്നുണ്ട്, നീ എന്തിനാണ് അച്ഛൻ്റെ റൂമിലേക്ക് ഏത് സമയം കയറി പോണത്? അച്ഛനെ നിന്നെ മാത്രമേ കണ്ടാൽ മതി, ഞങ്ങൾ ആരെയും കാണണ്ട, നീ പറയണത് അനുസരിക്കണം എന്നൊക്കെയാണ് അച്ഛൻ പറയുന്നത്. നീ ആരാണ് നീ ഇവിടുത്തെ വെറും വേലക്കാരിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ബബിത ഇങ്ങനെ ഷൗട്ട് ചെയ്യുമ്പോൾ അലീന പറയുന്നുണ്ട് ബബിതയോട്, അതെ ഞാൻ നിന്നെ പോലെ അത്രയ്ക്ക് ചീപ്പല്ല, നീ വല്ല അലവലാതി ചെറുക്കന്മാരെയും വീട്ടിൽ വിളിച്ച് കയറ്റിയിട്ട് നിന്റെ ബെഡ്റൂമിലോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നത് പോലെയല്ല ഞാൻ നിന്റെ അച്ഛൻ്റെ റൂമിലോട്ട് കയറി ചെല്ലുന്നത്. ഞാൻ നിന്റെ അച്ഛൻ്റെ റൂമിലോട്ട് കയറി ചെല്ലുന്നത് ആ അച്ഛൻ്റെ മകളായിട്ടാണ്, ആ മകളെ പോലെ കണ്ടിട്ടാണ്, ഞാൻ എൻ്റെ അച്ഛനെ പോലെ കണ്ടിട്ടാണ് എന്ന് അലീന ഇങ്ങനെ പറയട്ടോ. അലീന പറഞ്ഞത് കേട്ടതും ബബിത ആകെ പേടിച്ചു പോകുന്നുണ്ട്. കാരണം ഈ സംഭവങ്ങളൊന്നും വൈജയന്തി അറിഞ്ഞിട്ടില്ല. വൈജയന്തി ആകെ ഷോക്കാവുന്നുണ്ട് കേട്ടോ ഈ കാര്യം കേട്ടതും. അപ്പോൾ വൈജയന്തി പെട്ടെന്ന് എന്താ നീ പറഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ട് അടുത്തേക്ക് വരികയാണ്. അപ്പം ഒന്നുമില്ല എന്നുള്ള രീതിയിൽ ഒഴിഞ്ഞു മാറാൻ നിൽക്കുകയാണ് അലീന. അല്ല, ഇവളെപ്പോഴാണ് ഇവിടെ കണ്ട അലവലാതി ചെക്കന്മാരെയും കൂട്ടി വീട്ടിലേക്ക് വന്നത്, എന്നിട്ട് ബെഡ്റൂമിലോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നത് എപ്പോഴാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ, നീ എന്തൊക്കെയാണ് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കണം. എന്താടി ബബിത ഞാൻ ഈ കേട്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് അമ്മേ ഇവള് വെറുതെ ഉണ്ടാക്കി പറയുന്നതാണ്, എൻ്റെ ഒരു ഫ്രണ്ട് അന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, അത് വന്നത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അവൻ ഇവിടെ വന്നിട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലാതെ ഞാൻ റൂമിലേക്കൊന്നും കൊണ്ടുപോയിട്ടില്ല അമ്മേ, ഇവിടെ ലിവിങ് റൂമിൽ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു, എന്നിട്ട് ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞിട്ട് അവനെ ഇവിടുന്ന് ഓടിച്ചു വിടുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞ് കളം മാറ്റി ചവിട്ടെ കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, നിനക്കേ നല്ല കഴിവുണ്ട് ഇങ്ങനെ അവസരത്തിനനുസരിച്ച് ഇങ്ങനെ മാറ്റി പറയാനായിട്ട്. എന്താണ് ഉണ്ടായത് എന്ന് എനിക്കും അറിയാം, നിനക്കും അറിയാം, മുത്തശ്ശിക്കും അറിയാം. ഞാൻ ഇതുവരെ ആരോടും അത് പറഞ്ഞിട്ടില്ല. ഇപ്പം നിന്റെ അച്ഛനോട് പോലും ഞാൻ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇനി ഒരു തവണ കൂടി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ അച്ഛനെ ഞാനിത് അറിയിക്കുന്നതായിരിക്കും എന്നൊക്കെ അലീന ആ സമയത്തും ഭീഷണിപ്പെടുത്തുമ്പോൾ, നീ ഒന്ന് പോടിയോടുന്നത്, എനിക്കറിയാം എൻ്റെ ലൈഫ് എങ്ങനെ ജീവിക്കണമെന്ന്, നീ പറഞ്ഞു തന്നിട്ട് പഠിപ്പിച്ചു തന്നിട്ടും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ബബിത അവിടുന്ന് പെട്ടെന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കേട്ടത് ശരിക്കും വിശ്വസിക്കാനാവാതെ ഇങ്ങനെ ആകെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് വൈജയന്തി. അപ്പോൾ ബബിത ഇങ്ങനെ പറയുന്നുണ്ട്, എങ്ങനെയാ തള്ളാർ ഇങ്ങനെയൊക്കെ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നത്, അതുപോലെയൊക്കെ തന്നെയല്ലേ മക്കളും വരുള്ളൂ എന്നിങ്ങനെ പറയട്ടോ. അമ്മമാർ ഇങ്ങനെ പണ്ടത്തെ കാലത്ത് എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ടോ ആ ഒരു സ്വഭാവം തന്നെ മക്കളും വരുള്ളൂ എന്നിങ്ങനെ പിറുപിറുക്കുകയാണ്. എന്താ നീ പറഞ്ഞത്, ഞാൻ എന്ത് കാണിച്ചു എന്നാ നീ പറയുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വൈജ വീണ്ടും ദേഷ്യപ്പെട്ടുകൊണ്ട് അലീനയോട് സംസാരിക്കുമ്പോൾ, എനിക്കറിയാൻ പാടില്ല നിങ്ങൾ എന്താ കാണിച്ചു കൂട്ടിയെന്നോ ചെയ്തതൊന്നും, പക്ഷെ ഞാനൊരു പൊതു തത്വം പറഞ്ഞ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞതാണ്, അമ്മ വേലി ചാടിയാൽ മോള് മതിൽ ചാടും എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞതാണ് എന്നിങ്ങനെ പറയട്ടോ. അപ്പം അങ്ങനെ ഒരു പഴഞ്ചൊല്ലാണ് അലീന പറയുന്നത്. അത് കേട്ടിട്ടാണ് വൈജ അലീനയോട് ദേഷ്യപ്പെടുന്നത്. ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ബാലചന്ദ്രൻ താഴേക്ക് ഇറങ്ങി വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ആരുടെയും ശബ്ദം ഒന്നും കേൾക്കാതായപ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ മെല്ലെ ഇറങ്ങി വന്നതാണ്. അപ്പോൾ ബാലചന്ദ്രൻ ഈ കാര്യങ്ങളൊക്കെ മുകളിൽ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. ബബിതയുടെ കാര്യങ്ങളൊക്കെ ബാലചന്ദ്രൻ മുകളിൽ നിന്ന് കേട്ടിട്ടാണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ താഴേക്ക് ഇറങ്ങി വന്നതിന് ശേഷം അലീനയോട് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ എന്താണ് പറഞ്ഞത് അലീന, ഇവിടെ ആരെ കൂട്ടിക്കൊണ്ടുവന്നതാണ്, ബബിത ആരെ കൂട്ടിക്കൊണ്ടുവന്നു എന്നാണ് നീ പറഞ്ഞത്, ഇതുവരെ നീ ആരോടോ എന്താ പറയാഞ്ഞത്, എന്നോട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ, അത് സാർ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാൻ മടിച്ച് നിൽക്കുമ്പോൾ ബബിതയാണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അലീന അവിടെ വർക്ക് ഏരിയയിലെ ആ വാഷിംഗ് മെഷീൻ്റെ പുറകിൽ ഒരു ചൂരലിരിപ്പുണ്ട്, അതൊന്ന് എടുത്തുകൊണ്ട് വാ എന്ന് പറഞ്ഞ് അലീനയെ പറഞ്ഞേക്കട്ടോ. അപ്പോൾ ആകെ പേടിച്ച് നിൽക്കുകയാണ് ബബിത. അതുപോലെ വൈജയന്തി ഇവിടെ എന്താ സംഭവിക്കുന്നത് കാണട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അങ്ങനെ അലീന പോയിട്ട് അത് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ അത് എടുത്തുകൊണ്ട് വന്നിട്ട് ആ ചൂരലും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ബബിതയെ ക്വസ്റ്റ്യൻ ചെയ്യാണ്, നീ ഇവിടെ ആരെയാണ് കൂട്ടിക്കൊണ്ട് വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബബിത ആണെങ്കിൽ പേടിച്ച് ഇങ്ങനെ പറയണം. എന്നിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ട്, എന്താ അലീന ഇവിടെ ഉണ്ടായത് എന്ന് ചോദിക്കണം. അപ്പോൾ അലീന ഇങ്ങനെ പേടിച്ചാണെങ്കിലും പറയുന്നുണ്ട്, ഒരു ഫ്രണ്ടാണെന്നും പറഞ്ഞ് ഒരു ചെറുക്കനെയും കൊണ്ട് വന്നായിരുന്നു, അപ്പോൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു, അപ്പോൾ അത് ഞാൻ സമ്മതിച്ചില്ല, ഇവിടെ അച്ഛനും അമ്മയും ഇല്ലാത്ത സമയത്ത്, സാറ് ഹോസ്പിറ്റലിലായിരുന്ന സമയത്താണ് കൂട്ടിക്കൊണ്ട് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നീ എന്ത് ചെയ്തു, എന്നിട്ട് അവൾ റൂമിലേക്ക് പോകാൻ നിന്നപ്പോൾ ഞാൻ സമ്മതിച്ചില്ല, അങ്ങനെ അവൻ്റെ കൂടെ ഇവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്ന് പറയട്ടോ. അപ്പോൾ ബബിതയുടെ നേരേക്ക് ചൂരലും കൊണ്ട് ബാലചന്ദ്രൻ ചെല്ലുന്നുണ്ട്. എന്താണ് ഇതൊക്കെ കേട്ടത്, സത്യമാണെന്ന് ചോദിക്കുമ്പോൾ, അത് അച്ഛാ എൻ്റെ ഒരു ഫ്രണ്ടാണ്, അല്ലാതെ വേറൊന്നുമില്ല, ഏതാണ് ഫ്രണ്ട്, ഏതാണ് അവൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അമൽ എന്ന് പറഞ്ഞൊരു ഫ്രണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മേലിൽ ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് ദേഷ്യപ്പെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ മുകളിലേക്ക് കയറി പോവാണ്. അലീനയെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ബബിതയും പോകുന്നുണ്ട്. ആ സമയത്ത് വൈജയന്തി അലീനയോട് പറയുന്നുണ്ട്, ബാലചന്ദ്രൻ നിൻ്റെ കയ്യിലുണ്ടെന്ന് കരുതിയിട്ട് നീ ഒരുപാട് നെകളിക്കണ്ട, ഇവിടെ ഞാൻ പറയുന്നത് മാത്രമേ നടക്കുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, എന്നോട് മത്സരിച്ചാൽ മാഡം തോറ്റു പോകത്തേ ഉള്ളൂ എന്ന് പറയാണ് അലീന.